തൃശ്ശൂർ ടു കാസർഗോഡ് വരെയുള്ള ഒരു യാത്ര. അതിലുണ്ടായ ഒരു മോശം അനുഭവം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കയറിയപ്പോൾ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ലോങ് പോകേണ്ട കാരണം ട്രെയിനാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ മാത്രമല്ല, ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് പോയത്. ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് കരുതിയിട്ട് ഒരാൾ, വളരെ മാന്യനായ ഒരു വ്യക്തിത്വം, പുള്ളിക്കാരന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൊട്ട് വല്ലാത്തൊരു നോട്ടം, ചിരി, അതുപോലത്തെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആക്ഷൻസ് ഇങ്ങനെയൊക്കെയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. കാരണം അങ്ങേര് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു ഫീഡിങ് മദറാണ്. ബാത്റൂമിലൊന്നും പോയിരുന്ന് ഫീഡിങ് നടക്കുന്ന കാര്യമല്ല ട്രെയിനിൽ. നിങ്ങൾക്കറിയാം എത്രത്തോളം വൃത്തികെട്ട ടോയ്ലറ്റുകളാണ്. ഇപ്പോൾ കുറച്ചും ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും ഒരു ഫീഡിങ് എന്ന് പറയുന്ന കാര്യമൊന്നും ബാത്റൂമിൽ വെച്ച് നടക്കുന്നതല്ല. അപ്പോൾ നമ്മൾ സാധാരണ പോകുമ്പോൾ ടവലുകൾ അല്ലെങ്കിൽ വലിയ ടർക്കീസ് അങ്ങനത്തൊക്കെയാണ് എടുക്കുക. ഉണ്ണീൻ്റെ അടുത്ത് വന്നിട്ട് മമ്പം വേണമെന്ന് പറയുമ്പോൾ മാക്സിമം എല്ലാ പാരൻസിലും എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇവൻ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർമ്മയില്ലാണ്ട് എടുത്തപ്പോൾ തൊട്ട് ആൾക്ക് ഫീഡ് ചെയ്തൊന്നുമില്ല. പക്ഷെ ആൾ ഫോൺ ഓണാക്കി ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അതുവരെ നോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് തുടങ്ങി ഈ മനുഷ്യന് അറിയുന്നില്ല വീഡിയോ എടുക്കുന്നത്. അപ്പോഴും ആൾ ഫോൺ ഓണാക്കി വെച്ചു. എന്തോ ഭാഗ്യത്തിന് അത് ഫോണിൽ കറക്റ്റ് കിട്ടുകയും ചെയ്തു. അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി എന്നാണ് സാധാരണ എല്ലാവരും പറയുക. പക്ഷെ ആൾക്കുള്ളത് കറക്റ്റ് പറഞ്ഞ് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വെറുതെ ഒരാൾക്ക് നേരെ നമ്മൾ തോന്നിയത് പറയാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണിത്. ഇത് പോസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങളത് കാണണം. ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാർ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ മാന്യരായിട്ട് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണം. ഇതൊരു അന്യസംസ്ഥാന തൊഴിലാളികൾ, ഹിന്ദിക്കാരനാണ്. ഇത്രയും അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു. അവരെപ്പോലെയുള്ളവർക്ക് അപമാനമാണ് ഇവൻ എന്ത് വേണം നിങ്ങൾ പറ.